എന്റെ പേര് സാർ ഇവിടെ നേരത്തെ വളരെ വ്യക്തമായി പരിചയപ്പെട്ടു. സുധീഷ് എന്നാണ്. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിന് അടുത്ത് വടകരക്കും നാദാപുരത്തിന് ഇടയിലുള്ള എടച്ചേരി എന്ന പ്രദേശത്താണ്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഈ ഒരു സ്വന്തമായിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, അതായത് ഈ എടച്ചേരി ടൗണിൽ തന്നെ ഒരു 5 മുറിയോളം ഉള്ള വലിയൊരു കടയാണ്, മോശമില്ലാത്തൊരു കടയാണ്. ആ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എനിക്ക് ഈ ബിസിനസ് അവസരം കിട്ടുന്നത്. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കൂടെ തന്നെ റെഡിമെയ്ഡ് ഷോപ്പും ടെക്സ്റ്റൈൽ ഷോപ്പും ആണ് വലിയൊരു ഇതാണ്. അതിന്റെ കൂടെ തന്നെ ഒരു കർട്ടന്റെ ഇന്റീരിയർ ഷോപ്പും കൂടി എനിക്ക് ഉണ്ടായിരുന്നു. ഇന്റീരിയർ കർട്ടൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരു മോശമില്ലാത്ത ഒരു നല്ല കണ്ടീഷൻ ജീവിച്ചു പോകുന്ന അവസരത്തിലാണ് ഞാൻ ഈ ബിസിനസ് അവസരത്തിലേക്ക് വരുന്നത്. എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത് എന്റെ സുഹൃത്തും ബാങ്കിലെ മാനേജറുമായിട്ടുള്ള ഗ്രേറ്റ് പവർഫുൾ ലീഡർ ആയിട്ടുള്ള ദിനേശ് സാർ എന്ന് പറഞ്ഞ ആളാണ് എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുന്നത്. അദ്ദേഹം ഈ ബിസിനസ് അവസരം എന്നോട് പറയുന്നതിന് മുന്നേ ഞാൻ എന്നെ കുറിച്ച് തന്നെ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. ഞാൻ ഈ ഷോപ്പ് നടത്തുന്നതിന്റെ മുന്നേ തന്നെ ഞാനൊരു ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ബികോം കഴിഞ്ഞതാണ്. ബികോം കഴിഞ്ഞ സാധാരണ ഇതിൽ അടുത്ത പരിപാടി എല്ലാവരും അക്കൗണ്ടന്റ് പഠിക്കുക, അല്ലെങ്കിൽ എംകോമിന് പോവുക, അല്ലെങ്കിൽ CA കാരനാവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസം ബികോം ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ കുറെ കാലം മറ്റൊരാളെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് പോകേണ്ടത്. കാരണം ഒരു എന്താ പറയാ അക്കൗണ്ടന്റ് ഒക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ ബിസിനസ്സിലേക്കല്ല പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പഠിച്ച കാര്യം ബിസിനസ് അല്ലേ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു എന്റെ മദറൊക്കെ എന്ന് പറഞ്ഞാല് അത്യാവശ്യം ടൈലറിങ് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളായിരുന്നു. മൂപ്പര് ഒരു സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണ് എന്റെ അമ്മ. അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഞാൻ അമ്മയുടെ കൂടെ കൂടി സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചു ബികോം കഴിഞ്ഞപ്പോൾ. അതിന് മറ്റൊരാളെ കീഴിൽ ജോലി ചെയ്യുന്നത് ചെറുപ്പത്തിലെ വലിയൊരു താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയതും അങ്ങനെ സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഒറ്റ മുറിയാണ് തുടങ്ങിയതും. അങ്ങനെ നമ്മളെ നിരന്തരം പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെ ഒക്കെ ഫലമായി ടൗണില് ഒരു 5 മുറിയുള്ള, ആ ടൗണിൽ 5 മുറിയുള്ള ഷോപ്പ് എന്റേത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴും ഉണ്ടായിരുന്നത്. പുതുതായിട്ട് വലിയൊരു ഷോപ്പൊന്നും വന്നിട്ടില്ല. അപ്പൊ 5 മുറിയുള്ള കടയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ടെക്സ്റ്റൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതിന്റെ കൂടെ കർട്ടന്റെ ടൈലറിംഗ് പണി ചെറുപ്പത്തിലെ അമ്മയുടെ കണ്ടുപഠിച്ചുകൊണ്ട് കർട്ടന്റെ പണിയൊക്കെ പഠിച്ചു. അങ്ങനെ ഞാനൊരു കർട്ടൻ വർക്കറായി. അങ്ങനെ എല്ലാ മേഖലകളിലും തീരെ സമയമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം രാവിലെ 7:30 മണി 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് രാത്രി 11:30-12 മണിക്കാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തു. അത്രയും തിരക്കോടുകൂടി ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു. ആ അവസരത്തിലാണ് നമുക്ക് നോട്ട് നിരോധനവും അതുപോലെ തന്നെ എന്താ പറയാ കൊറോണ ഇതൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഉണ്ടായതുപോലെ ചെറിയൊരു സാമ്പത്തിക മാന്ദ്യവും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായി. ഞാൻ ആ ഇടക്കാണ് ഒരു വീട് വെച്ചത്. വീട് വെച്ചു. നമ്മൾ കൊറോണയ്ക്ക് തൊട്ട് മുന്നേ, അതായത് മാർച്ച് 21-നോ മറ്റോ ആണ് ലോക്ക്ഡൌൺ ആകുന്നത്. ഞാൻ വീട്ടിൽ കൂടുന്നത്, എന്റെ വീട്ടിൽ കൂടുതൽ തന്നെ പറയാ, നാദാപുരം ഭാഷ ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടോ സാറേ? വീട്ടിൽ കൂടുതൽ മാർച്ച് 1-ാം തീയതി ആയിരുന്നു എന്റെ വീട്ടിൽ കൂടുതലും. അപ്പൊ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞ പാട് നമ്മൾ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയി നമ്മളെന്തായി എല്ലാവരും വീട്ടിൽ തന്നെ. എനിക്കൊരു ഭാഗ്യം കിട്ടിയത് വീട്ടിൽ കൂടിയ പാട് 2-3 മാസം കൃത്യമായിട്ട് വീട്ടിൽ താമസിക്കാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ വീട്ടിൽ കൂടുതലൊക്കെ കഴിഞ്ഞ പാടിന് സാമ്പത്തിക പ്രതിസന്ധികളും ഓട്ടവും പ്രശ്നവും ഇതൊക്കെ. എന്നെ വീട്ടിൽ കൂടിയ പാടിന് എന്നെ വീട്ടിൽ ഇരുത്തി. കാരണം കൊറോണ വന്ന് 2 മാസം നമ്മള് ഫുൾ റെസ്റ്റ് വീട്ടിൽ തന്നെ, ചക്ക പറിക്കലും മാങ്ങ പറിക്കലും ഇതൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയായി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വീട് എടുത്ത പാട് വീടിന് നല്ലോണം ആസ്വദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളും. കാരണം ഷോപ്പ് തുറക്കാൻ പാടില്ല, അതിന് 1 മണിക്കൂർ തുറക്കാൻ 2 മണിക്കൂർ തുറക്കാൻ എന്നൊക്കെയുള്ള ഓരോ അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. പലരോടും മറന്നുപോയി കാണും. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് അനുഭവിച്ചവർക്ക് എന്ത് ചെയ്യില്ല, അത് മറക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കും ഫിനാൻഷ്യലി ക്രൈസിസ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ആ ക്രൈസിസ് വിട്ടപ്പം ഞാൻ എന്റെ സുഹൃത്തിന്റെ ബാങ്കിലേക്ക് ഒരു പുതിയ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഇന്നർ വെയറിന്റെ ഒക്കെ ഒരു ഡെലിവറി സിസ്റ്റം കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ലോണിന് എന്റെ സുഹൃത്തിന്റെ ബാങ്കിന്റെ സുഹൃത്തിന്റെ ഒക്കെ പോയതാണ്. അപ്പൊ സുഹൃത്തിനോട് പറഞ്ഞു, സുധീഷ് ഇനിയും ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനിയും ഇങ്ങനെ ബുദ്ധിമുട്ടണം. സുഹൃത്ത് ഇത് ചെയ്യുന്നത് ഞാൻ അറിയില്ല, മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ അറിയില്ല. ബാങ്കിലെ മാനേജർ മൂപ്പര് എന്നോട് ആദ്യം പറഞ്ഞില്ലായിരുന്നു. ഞാൻ തിരക്ക് ഫുൾ ടൈം ഓടുന്ന ഒരാളല്ലേ, അപ്പൊ എന്നോട് ബിസിനസ് പറയണ്ടെന്ന് കരുതി മൂപ്പര് ആദ്യം പറഞ്ഞില്ല. അപ്പൊ ഞാൻ ലോണിന് പോയപ്പോ എന്നോട് ഒരു സജഷൻ എന്ന നിലക്ക്, നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല ഒരു സുഹൃത്തിനോട് എടാ മറ്റൊരു ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥക്ക് എന്നോട് പറഞ്ഞു, സുധീഷ് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, നിനക്ക് സാധിക്കുവാണെങ്കിൽ അത് പഠിച്ചു നോക്കണം. അപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ധാരാളം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ മണ്ടേ ചെയ്യാനൊക്കെ കേട്ടും കണ്ടും പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇത്തരം ഉടായ്പ പരിപാടികൾക്ക് എന്നെ വിളിക്കണ്ട. കാരണം നമുക്ക് ഇതൊന്നും പറ്റത്തില്ല. നമുക്ക് ഇപ്പൊ ട്രഡീഷണൽ മാർക്കറ്റിൽ നല്ല മോശമില്ലാത്ത കച്ചവടമുണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ എക്സ്ട്രാ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം എന്താണ്,
മൊത്തത്തിലൊരു മാന്ദ്യം വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി വരുമാനം വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ മേഖലയിലേക്ക് ഒന്നുകൂടി എക്സ്ട്രാ മേഖലയിലേക്ക് കൂടി പോകാൻ തീരുമാനിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്തായാലും ഈ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരെ അതിനു മുന്നേ ഇതിനെ കുറിച്ച് പഠിച്ചു നോക്കും. അപ്പൊ ഞാൻ പക്ക എന്നാ പറയാ ഒരു പക്ക എതിർക്കുന്ന ഒരാളായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ അപ്പൊ മൂപ്പരെന്ത് ചെയ്തു, നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അടുത്ത പരിപാടി എന്താ, പുലിയെ കൊണ്ടുവരും അല്ലെ. നമ്മൾ കഴിഞ്ഞ് അടുത്ത ഒരു പുലിയെ കൂടി കൂട്ടി വരും. അങ്ങനെ വന്ന ഒരു ഗ്രേറ്റ് പവർഫുൾ നാഷണൽ ടീം കോർഡിനേറ്ററാണ് റിലാൽ സാറാണ്. അദ്ദേഹം എന്നെ ഈ ബിസിനസ് അവസരത്തെ പറഞ്ഞു വേണ്ടിയിട്ട് എന്നെ കാണാൻ വേണ്ടി ഒരു 4 വട്ടം എന്റെ കടയിൽ വന്നിട്ടുണ്ടാവും. ഞാൻ മുഖം കൊടുത്തില്ല. ഞാൻ എന്താ പറയാ, അന്ന് നമുക്ക് ആരുമല്ലായിരുന്നു അവരൊക്കെ. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാവരും ദൈവത്തെ പോലെയുള്ള ആൾക്കാരാണ്. അന്ന് നമ്മൾ അവർക്ക് മുഖം കൊടുക്കൂല. കാരണം ഫസ്റ്റ് നമുക്ക് വലിയ ജാടയൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും. കാരണം നമുക്ക് മോശമില്ലാത്ത ജോലിയുണ്ട്, പിന്നെ അല്ലെങ്കിൽ നമ്മളെ വരുമാനമുണ്ട്, പിന്നെ എന്തിനാണ് ഈ ബിസിനസ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റിലാൽ സാറ് ഒരു ദിവസം എന്നെ കൈയോടെ പിടികൂടി എന്ന് വേണേ പറയാം. കാരണം എന്റെ ടൈമും കുറച്ച് ഗ്യാപ്പുള്ള സമയമൊക്കെ നോക്കി വന്നു, കടയിൽ വന്നു. അപ്പൊ അങ്ങനെ കടയിൽ വന്നപ്പോ ഞാനോട് പറഞ്ഞു, സാറേ ഒരു 10 മിനിറ്റ് ഞങ്ങൾ തരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്നാ പിന്നെ കുറെ ആയാലും എന്നെ നോക്കി വരുവൊക്കെ ചെയ്തു. അങ്ങനെ ഒരു 10 മിനിറ്റ് സാറിന് ഞാൻ കൊടുത്തു. സാറിന് കൊടുത്തു. 10 മിനിറ്റാ കൊടുത്തതെങ്കിലും ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ അതിൽ 3/4 മണിക്കൂറും സംസാരിച്ചത് ഞാനായിരുന്നു. എന്നോട് ബിസിനസ് പറയാൻ വന്ന ആളല്ല സംസാരിച്ചത്, ഞാനായിരുന്നു. കാരണം എന്തുകൊണ്ടാ വെച്ചാല് എനിക്കെല്ലാം അറിയാം എന്നൊരു ധാരണയുള്ള ഒരാളായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് ഈ ഇത്തരം ബിസിനസ്സുകളെ കുറിച്ചിട്ടും ഇത്തരം ബിസിനസ്സിൽ എനിക്കുണ്ടായ മുന്നിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം വളരെ ക്ഷമയുള്ളതും അതുപോലെ തന്നെ എല്ലാം കേട്ടിരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ കേട്ടിരിക്കലും ആ ക്ഷമയോടെ കാത്തിരുന്ന എന്റെ സംസാരം പൂർണ്ണമാക്കിയതിനു ശേഷം എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഫുള്ള് എന്റെ കഴിഞ്ഞ് എന്റെ കോട്ട തീർന്ന പിന്നെ നമുക്ക് രക്ഷയില്ലല്ലോ. പിന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കണല്ലോ. അങ്ങനെ അദ്ദേഹം പറയുന്നത് വെറും ജസ്റ്റ് ഒരു 15 മിനിറ്റ് ശ്രദ്ധയോടെ ഇരുന്നപ്പോഴാണ് ഈ ബിസിനസിന്റെ ആഴവും പരപ്പും ഇതിന്റെ ഒരു ഔട്ട്ലൈൻ കിട്ടി. ഇപ്പൊ ഞാൻ ഇത്ര നാളും കണ്ടതുപോലെ അല്ല, ഇത് നല്ലൊരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി. എന്നാൽ പോലും നമ്മൾ തിരക്കിലുണ്ട്. നമ്മൾ എന്താ പറയാ, ഇപ്പൊ ആയിക്കില്ല, കുറച്ചായിട്ട് അങ്ങനെ ആണ് ഞാൻ ബിസിനസ്സിൽ അവസരത്തിൽ എത്തിയത്. അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പിന്നീട് ഒത്തു കഴിഞ്ഞിട്ട് പറയാം. ഞാനത് തുടക്കത്തിൽ എന്റെ എന്താ പറയാ, ഞാൻ ജീവിച്ചു വന്നൊരു ചുറ്റുപാടിനെ കുറിച്ച് എന്റെ കാര്യം പറഞ്ഞു. ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഞാൻ ഫുൾ ടൈം ബിസി ആയിരുന്നു. ഏകദേശം 1 lakhന്റെ അടുത്ത് മാസ വരുമാനമുള്ള ഒരാളായിരുന്നു. അപ്പൊ കൊറോണ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് ഇടിച്ചിലാണ് എന്നെ മറ്റു ബിസിനസ്സിലേക്ക് പോകാൻ ചിന്തിപ്പിച്ചത്. ഇങ്ങനെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു ഈ ബിസിനസ് ഒക്കെ ആരംഭിച്ചു, ടെക്സ്റ്റൈൽ ഷോപ്പ് ഒക്കെ ആരംഭിച്ചു. നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഞാനൊരു കല്യാണം കഴിച്ചു. എല്ലാവരെ പോലെ തന്നെ ഒരു കല്യാണം ഞാനും കഴിച്ചു. അതുപോലെ തന്നെ ഒരു വീട് വെച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള അവസരത്തിലാണെങ്കിൽ പോലും നമുക്ക് എന്തുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ വരും അല്ലെ. സാമ്പത്തിക അതിലൊരു ആക്സിഡന്റ് നടന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ബിസിനസ്സിൽ എനിക്ക് ഉണ്ടായ ഒരു മാറ്റം, ഒരു എന്താ പറയാ, ഈ മൈ ലൈഫ് സ്റ്റൈൽ വന്നവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ബിസിനസ്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഞാൻ തന്നെയാണ് അതിന്റെ ഓണർ. ഞാൻ ബിസിനസ്സുകാരനാണോ അന്നേരമൊക്കെ വിചാരിച്ചത്. മൈ ലൈഫ് സ്റ്റൈൽ വന്നവരാണ് മനസ്സിലായത് ഞാൻ ബിസിനസ്സുകാരനല്ല, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. അത് സെൽഫ് എംപ്ലോയ്മെന്റ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ ഇല്ലെങ്കിൽ ആ കടയിൽ ഒരു സംഗതി നടക്കില്ല. ഞാൻ രാവിലെ തൊട്ട് പോയി കഴിഞ്ഞാൽ രാത്രി മണി വരെ കൂട്ടുകാരി 11 മണി വരെ കൂട്ടുകാരി കുത്തിരിഞ്ഞ് തുറന്നു വിടുന്ന ഒരു കോഴിയെ പോലെ രാവിലെ പോയി കൂട്ടുകാരി രാത്രി 11 മണിക്ക് വീട്ടിലെത്തുന്ന ഒരു ചങ്ങായി. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആരെങ്കിലും ജോലിക്ക് പോവാം അല്ല. ഞാൻ സ്ഥാപനം തുറക്കാൻ പോയ ഒരാളാണ്. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ ആത്മാർത്ഥമായി ഫുൾ ടൈം വരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഷോപ്പിൽ പോയി തുറന്ന ആളാണ്. പക്ഷെ അന്നേരം എന്നെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, മോനെ നിങ്ങൾ ഇവിടെ നിൽക്കരുത്, വേഗം സ്ഥലം വിട്ടു. കാരണം ആൾക്കാർ ഞാൻ അടിച്ചു കൊല്ലും. കല്യാണം കഴിഞ്ഞ പെൺകുട്ടിക്ക് പുതിയ വീട് യാതൊരു പരിചയം ഉണ്ടാവില്ലല്ലോ, നമ്മളെല്ലാം വിശ്വസിച്ച് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഞാൻ എന്റെ ഹാർഡ് വർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം അത്രയും ഹാർഡ് വർക്ക് ഞാൻ ചെയ്യുന്ന മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ എന്താ പറയാ, ഈ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ വീടിന്റെ പണി കഴിഞ്ഞു, സാമ്പത്തിക പ്രതിസന്ധി വന്നു, കാര്യങ്ങളൊക്കെ വന്നു. ആ അവസരത്തിൽ ഈ ബിസിനസ് ചേർന്നു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞു. പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കണം. പക്ഷെ ഈ ബിസിനസ്സിൽ പ്ലാന് കേട്ടപ്പോ 450 മുതൽ 2,10,000 രൂപ വരെ കിട്ടും. അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 450 2,10,000 വരെ കിട്ടുന്ന ബിസിനസ്സിൽ വെറും ഒരു 5000 രൂപ മുടക്കിയത്. കാരണം ഞാനൊരു 19 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഷോപ്പാണ് എന്റെ ഷോപ്പ്. ആ 50 ലക്ഷം മുടക്കിയിട്ട് പോലും ആഴ്ചക്ക് 2,10,000 കാര്യങ്ങളോ എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയല്ല, എനിക്ക് 5000 മുടക്കിയിട്ട് 2,10,000 ആഴ്ചക്ക് കിട്ടും. അപ്പൊ എനിക്ക് തീരെ വിശ്വാസമായില്ല. കാരണം അത് ലോജിക്ക് കിട്ടുന്നില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ ചെയ്യാതെ നമുക്ക് ഇങ്ങനെ എത്രയും കിട്ടുമെന്നുള്ളത്. പക്ഷെ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിലും നമ്മളെ മനസ്സിൽ അതൊക്കെ
ഒന്നായില്ല. അപ്പോഴാണ് സാറിനോട് പറഞ്ഞത്, സാർ ഇത് 5000 ഒരു സ്റ്റാർട്ടിങ് എൻട്രി ആണ്, സാറിന് വലിയ പവർഫുൾ ബിസിനസ് ആയി ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിന് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിലൊരു ഹോം ഷോപ്പ് സെറ്റ് ചെയ്തു. അന്ന് ഫസ്റ്റ് ചെറിയൊരു ഹോം ഷോപ്പ് ഞാൻ പർച്ചേസ് ചെയ്തു. ഒരു 60,000 പർച്ചേസും ചെയ്തു. ഞാനൊരു ഹോം ഷോപ്പിലേക്ക് മാറി. ഹോം ഷോപ്പിലൊക്കെ ചെയ്ത ചുറ്റുവട്ടത്തിലെ കുറച്ച് ആൾക്കാർക്കൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എന്റെ ഷോപ്പിൽ ആ ഹോം ഷോപ്പിൽ പർച്ചേസ് 60,000 പർച്ചേസ് പെട്ടെന്ന് തന്നെ തീർന്നു. ഞാൻ ഓൾറെഡി ബിസിനസ്സുകാരനാണ്. അത് മാത്രമല്ല, എനിക്ക് ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതലേ മാക്സി, പാവാട, സാരി, ലുങ്കി എന്നു പറഞ്ഞ് വീടുകളിൽ നടന്നു വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾമെന്റ്, അതായത് നിങ്ങളുടെ നാട്ടിലൊക്കെ കാണാമല്ലോ, വീടുകളിൽ നടന്നു വന്നിട്ട് മാക്സിയും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് ആഴ്ചക്ക് വന്ന് പിരിവെടുക്കുന്ന ഒരു ശീലം. അപ്പൊ അങ്ങനെ ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. എന്റെ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു ഇൻസ്റ്റാൾമെന്റ്. ഒരു 10-250 വീടുകളിൽ ഞങ്ങൾക്ക് സ്ഥിരം കസ്റ്റമർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എല്ലാം സ്ഥിരം പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞപ്പോ വളരെ എന്തായ കാര്യങ്ങൾ മനസ്സിലായി. അവർക്കൊക്കെ കൊടുക്കാറോ, ഞാൻ ആ ഫീൽഡ് ഏകദേശം വിട്ട് കിട്ടി 10-12 വർഷമായി. എന്നാൽ നിങ്ങൾക്ക് അവർക്ക് ഹൃദയബന്ധമുണ്ടോ? അപ്പൊ അവർക്കൊക്കെ പ്രൊഡക്റ്റ് കൊടുക്കാറോ എന്ന് വിചാരിച്ച് ഞാനൊരു 2,70,000 രൂപയിലെ പർച്ചേസ് നടത്തി. ഒറ്റയടിക്ക് അന്ന് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കില് പെർഫോമൻസ് ബോണസ് എന്നുള്ളൊരു ലിസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു എൻട്രി നമ്മൾ എന്താ പറയാ ഒരു പവർഫുൾ ആവട്ടെ എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, ഒരു പെർഫോമൻസ് ബോണസ് അടിച്ചു. ആ ആഴ്ച തന്നെയായിരുന്നു പെർഫോമൻസ് ബോണസ് അടിച്ചു കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു RTP എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവർക്കും എന്താ പറയാ മറക്കാനാവാത്തതും അതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു RTP. ഞങ്ങള് RTPക്ക് റിയൽ ടേണിംഗ് പോയിന്റ് എന്നാണ് പറയാ. പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിൽ പോലും ഒരു റിയൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പൊ ആ RTPയിൽ എന്നോട് കയറാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താ പറയാ ഈ എന്നോട് ഫസ്റ്റ് തന്നെ ഫീസ് പറഞ്ഞു 2,500 ആയിരുന്നു അന്ന് എന്റെ എൻട്രി ഫീസ്. അപ്പോ ആ എൻട്രി ഫീസ് 2,500 രൂപയും ഒരു RTP പ്രോഗ്രാം 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്യണമെന്നാണ്. അപ്പൊ ഞാന് ഈ ബിസിനസ്സിൽ വരുന്നതിന്റെ മുന്നേ തന്നെ മോട്ടിവേഷൻ സ്പീക്കും മറ്റേ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി 5,000, 12,000, 10,000, 12,000 ഒക്കെ കൊടുത്തിട്ട് നമ്മളെ ഗ്രേറ്റ് പവർ എന്താ പറയാ ഇപ്പോഴൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന റൈസപ്പ് പോലത്തെ, അതായത് സജീവൻ നായരുടെ പ്രോഗ്രാം പോലത്തെ അദ്ദേഹത്തിന്റെ 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എറണാകുളത്തൊക്കെ വെച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് പ്ലസിലൊക്കെ വെച്ചിട്ട്. അന്നേരമൊക്കെ ഞാൻ കൊടുത്ത് 12,000 രൂപയൊക്കെയാണ്. ഇവിടെ ഒരു 2,500 രൂപ എന്നപ്പോൾ ഞാൻ അത് എനിക്ക് ഒരു ഇഷ്ടമുള്ള സംഗതി കൂടെയാണ് മോട്ടിവേഷൻ. കാരണം വെച്ചാൽ ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒറ്റമുറിയിൽ നിന്ന് 5 മുറിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇത്തരം കുറെ ക്ലാസ് ഒക്കെ കേട്ടത് കൊണ്ട് അതിനുള്ള ഒരു മാറ്റം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ സാർ 2,500 കാരണം എനിക്ക് അന്ന് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ്. ഇപ്പൊ 2,500 കയ്യിൽ എടുക്കാനില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു, കാരണം അതിന്റെ മുന്നേ 10,000, 5,000 ഒക്കെ കൊടുത്തിട്ടാണല്ലോ ഞാൻ ട്രെയിനിങ് കേൾക്കാൻ പോവാറ്. അപ്പൊ ഇതൊരു വലിയ പൈസയല്ലാന്ന് തോന്നി. ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹം ആ വൈകിട്ട് തന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞത്, വൈകിട്ട് തന്നെ എന്ത് പൈസ ഒക്കെ സ്വരൂപിച്ചു. ഞാൻ അതുവരെ മുണ്ട് മാത്രം ഉടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞു അപ്പോൾ തന്നെ പിന്നെ ഞാൻ പാന്റൊക്കെ ഉപേക്ഷിച്ചു, ഫുൾ ടൈം മുണ്ട് മാത്രം ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ മുണ്ട് എടുത്തിട്ട് നമുക്ക് പ്രോഗ്രാമിൽ പോകും, ഒരു ഷൂ അല്ല, സാറ് പാന്റും ഷർട്ടും അതുപോലെ തന്നെ ഇൻസൈഡിലാക്കണം, ഷൂ എല്ലാം ഇടണം. അപ്പോഴേ ഞാൻ വേഗം തിരിച്ചുപോയി മനസ്സ് ഡിഗ്രി ജീവിതത്തിലേക്ക്. കാരണം ബികോമിന് പഠിക്കുമ്പോൾ ആ ഒരു സ്റ്റൈലൊക്കെ പോയ ഒരാളാണ്. അപ്പൊ ഞാൻ പിന്നെ ഒരു യുവാവായി മാറി, നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥിയായി മാറി. അപ്പൊ അങ്ങനെ ഞാൻ പാന്റും ഷോപ്പിൽ തന്നെ പാന്റും ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. പാന്റ് ഷർട്ടൊക്കെ അത് പുതിയ എടുത്തു, ഒരു ഷൂ മേടിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഒരു 10-15 കൊല്ലത്തിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പാന്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറി. ഇത് രാവിലെ തന്നെ പുറത്തേക്ക് ഞാൻ ഈ RTP സെന്ററിലെത്തി. അവിടെ നോക്കുമ്പോൾ ഞങ്ങളുടെ ടീമിന്റെ എല്ലാവരും വേറൊരു ടീമിന്റെ RTPയിലേക്ക് എന്നെ കയറ്റിയതായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ പരിചയമുള്ള ഒരാളുമില്ല. നമ്മള് ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവില്ല പൊതുവെ. അങ്ങനെ ഞാൻ അവിടെ എത്തിപ്പെട്ടു. ഞാൻ ആ പരിചയമില്ലാത്ത ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ കുത്തിരിഞ്ഞ് കൃത്യമായി ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടു. അത് എന്റെ ജീവിതത്തില് മുമ്പ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റു പലരുടെയും ജീവിത വിജയകഥകൾ വേറൊരാൾ പറയുന്നതാണ്. ഇപ്പം ഞാൻ ഇപ്പൊ അയൂബ് സാറ് ജീവിത വിജയകഥ പറയുന്ന പോലെയാണ് അവിടെ കേട്ടിരുന്നത്, മറ്റു പല ട്രെയിനിങ്ങിലും കേട്ടിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത ഞാൻ എങ്ങനെ വിജയിച്ചു, ഓരോ ലീഡറും പറയുന്ന അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിലൊരു ആത്മാർത്ഥതയും അതിലെന്തുണ്ടാവും, നമുക്ക് ഒരു പ്രത്യേക ഒരു പവർ ഉണ്ടാവും. ആ പവർ ഞാൻ അവിടെ അനുഭവിച്ചു. കാരണം ഒരുപാട് നമ്മുടെ ഗ്രേറ്റ് എന്താ പറയാ പവർഫുൾ ലീഡർ ആയിട്ടുള്ള GTC ലീഡർ ആയിട്ടുള്ള പ്രസാദ് സാർ സെക്ഷനും അതുപോലെ തന്നെ ബിജോഷ് മാത്യു സാർ ITC ലീഡർ ആയിട്ടുള്ള ബിജോഷ് മാത്യു സാറുടെ സെഷനൊക്കെ കേട്ടപ്പം അദ്ദേഹത്തിന്റെ ഓരോ എക്സ്പീരിയൻസ് കേട്ടപ്പം ഈ ബിസിനസ് എനിക്കും നന്നായി ചേരും. കാരണം ബിസിനസ്സിൽ എനിക്ക് നന്നായി തിളങ്ങാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തു, ടെക്സ്റ്റൈൽ ഷോപ്പില് എന്റെ വൈഫിനെ കൊണ്ടുപോയിരുത്തി.
ഞാൻ പറഞ്ഞു ഇനി മുതൽ ഈ ഷോപ്പ് നടത്തേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്, ഞാൻ പൂർണ്ണമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ മൂപ്പര് വിചാരിച്ച് പിന്നെ എന്തോ സംഭവം തിരിയാണ്ട് തന്നെ മൂപ്പര് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഷോപ്പിൽ മൂപ്പര് ഇരിക്കാൻ തുടങ്ങി, ഞാൻ ഫീൽഡിൽ ഓടാൻ തുടങ്ങി. ഫീൽഡിൽ ഓടാൻ തുടങ്ങിയപ്പോഴാണ് വൈഫിനുള്ള പ്രശ്നം വന്നു. സന്ധ്യ ആകുമ്പോൾ 7 മണിക്ക് മുന്നേ വീട്ടിലെത്തണം, ഷോപ്പിലെത്തണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിബന്ധനകൾ വന്നു. അപ്പം നമുക്ക് ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ എത്ര മണിക്ക് കൃത്യമായിട്ട് വീട്ടിലെ ഷോപ്പിലേക്ക് എത്താൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. ഞാനൊരു അതെന്തുകൊണ്ട് ഇതിൽ ലേഡീസ് സ്റ്റാഫാണ് കൂടുതലുള്ളത്. അവര് ഒരു 6 മണിയാകുമ്പോഴേക്കും ഷോപ്പിൽ നിന്ന് പോകും. ഷോപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വൈഫ് ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ ഷോപ്പിൽ. ആ ഷോപ്പില് പിന്നെ രാത്രി ഞാൻ 10 മണിയാണെങ്കിലും 11 മണിയാണെങ്കിലും മൂപ്പര് അവിടെ ഇങ്ങനെ ഇരിക്കും. ആ ഇരുത്തം മൂപ്പരിക്ക് ഭയങ്കര പ്രശ്നമായി. കാരണം ഒന്നെന്ന് പറഞ്ഞാല് പിന്നെ ടൗണില് ഷോപ്പ് പല കടകളും പൂട്ടിയിട്ടുണ്ടാവും, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ മൂപ്പര് നിരന്തരം ശല്യം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ശരിയാവില്ല, 7 മണിക്ക് എത്തണം, അങ്ങനെ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ മറ്റു ലീഡേഴ്സ് ഒക്കെ കറക്റ്റിങ് എത്തും. ഇത് അവര് കൺക്ലൂഡ് ചെയ്യുമ്പോൾ 3/4 കഴിയുമ്പോൾ മൂപ്പര് അവരൊക്കെ ഇറങ്ങി പോരുന്ന ആൾക്കാരായിരിക്കും. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞു, അവിടെയുള്ള ലീഡേഴ്സിനൊക്കെ കൂടിയിരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് തിരിച്ചു വരുള്ളൂ. അപ്പൊ അതൊക്കെ വൈഫിന് പ്രശ്നമായി. എല്ലാവരും 5:30 എത്തിയല്ലോ, നിങ്ങൾ 7 മണിയായിട്ട് എത്തുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കുറെ പരാതികളും പ്രശ്നങ്ങളും വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ആദ്യം പഠിപ്പിക്കേണ്ടത് മറ്റാരും അല്ല, ഭാര്യയെ തന്നെ ഈ ബിസിനസ് പഠിപ്പിക്കണം എന്നുള്ളത്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ചെവിയിൽ മൂട്ട പോയതുപോലെ എന്ന് പറയും. നമുക്ക് ഈ ചെവിയിൽ മൂട്ട കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഭയങ്കര അസ്വസ്ഥതല്ലേ. അതേപോലത്തെ അവസ്ഥയായിരിക്കും ഭാര്യമാരൊക്കെ എന്നോട് ക്ഷമിക്കുക, കാരണം എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും 99% സ്ത്രീകളും ഭർത്താക്കന്മാരെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ സൂര്യക്കെട്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ എന്റെ വൈഫ് ഇത് സൂര്യക്കെട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ 1-2 ശക്തമായ പ്രോഗ്രാമുകളിൽ വൈഫിനെ കൂട്ടിപ്പോയി. വൈഫിനൊക്കെ ആദ്യം കൂട്ടിപ്പോയപ്പോഴുണ്ട് ഇതൊക്കെ തട്ടിപ്പാ, നിങ്ങൾ വെറുതെ കേട്ടിട്ട് കാര്യമില്ലേ, ഈ കോട്ടിട്ട് വരുന്ന ആൾക്കാരെല്ലാം കമ്പനിയുടെ ആൾക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, വൈഫ് പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ അവളും ഇത് മനസ്സിലാക്കണം എന്ന് കരുതി നിരന്തരം പ്രോഗ്രാമില് വൈഫിന് നമ്മളെ കൂടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പണ്ട് ഈ ഷോപ്പിലാകുന്ന സമയത്ത് ഏടെ യാത്രകളെല്ലാം കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് ഏത് യാത്രക്ക് വിളിച്ചാലും മൂപ്പര് അല്ലെങ്കിൽ പ്രോഗ്രാം വിളിച്ചു കഴിഞ്ഞാൽ കൂടെ വരാലോ എന്ന് കരുതി എല്ലാവരുടെയും വരും. അങ്ങനെ ഒരു 5-6 പ്രോഗ്രാം കഴിഞ്ഞു. അപ്പം നമ്മളെ ലീഡേഴ്സ് ഒക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, ഞാനും കൂടി വരാം, നമ്മൾ ഫുൾ ടൈം നമ്മളെ കൂടെ തന്നെ കൂട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ചു. അപ്പൊ എന്തായാലും സാരമില്ല, നമുക്ക് പരാതിയും പരമായിട്ട് ഒഴിവാകും, പിന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മള് സ്ത്രീകളെ വീട്ടിലൊക്കെ കാര്യം തരുമ്പോൾ പൂർണ്ണ ഫ്രീ ആയിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്ന സന്ധ്യാസമയത്തൊക്കെ ഒരു ലേഡി ഡിസ്ട്രിബ്യൂട്ടർ വീട്ടിൽ കാര്യം ചെല്ലുമ്പോൾ കുറെ ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, നമുക്ക് മാനസിക ബുദ്ധിമുട്ട് വേറെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല, എന്നാലും സമൂഹത്തിന്റെ നമ്മൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഒഴിവാക്കാറോ. വൈഫ് വരട്ടെ. വൈഫ് വന്നു. ഞാൻ വിചാരിച്ചു ഞാൻ രണ്ടാളും കൂടി ഒരു ഐഡിയയില വർക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചായിരുന്നു, മനസ്സിലാക്കി ചിന്തിച്ചത്. പക്ഷെ മൂപ്പര് പ്രോഗ്രാമെല്ലാം കേട്ടും പറയും എനക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ വേണം. അപ്പൊ മൂപ്പര് സ്വന്തമായിട്ട് ഒരു ഐഡിയ അടിച്ചു, മൂപ്പര് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. മൂപ്പരും തന്നെ നല്ല പവർഫുൾ ആയിട്ട് ഓടാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് മൂപ്പരെ കിട്ടാത്ത അവസ്ഥയായി. കാരണം മൂപ്പര് രാവിലെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുക ഗാർഡ് മീറ്റിംഗ് ഉണ്ട്, ഇവിടെ പോകണം, എനിക്ക് ടീമിന്റെ ഒക്കെ പോകണം. വണ്ടി ശരിക്കും പഠിക്കാത്തതുകൊണ്ട് ഡ്രൈവറായിട്ട് ഞാൻ പോണ്ടി വരും. അപ്പൊ എനിക്ക് എന്റേതായ ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പൊ വണ്ടിയൊക്കെ ഏകദേശം പഠിച്ചു. ഇനിയിപ്പം ഫുള്ള് ഫ്രീ ആയിട്ട് തന്നെ മൂപ്പര് പോകും. ബസ്സിൽ യാത്രയും മറ്റുള്ള യാത്രയെങ്കിലും അത്യാവശ്യം പോകുന്നതുകൊണ്ട് കുറെയൊക്കെ ഫ്രീ ആയി കിട്ടി. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഇതാ ഞാന് ബിസിനസ്സിൽ ഫുൾ ടൈം ഇറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ ഷോപ്പ് എന്ത് ചെയ്യും, അവസാനം ഷോപ്പ് ഞാൻ സ്റ്റാഫുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇപ്പൊ ഫുൾ ടൈം 2 പേരും ഈ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആദ്യം വീട്ടിലെ എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ഉൾപ്പെടെ അല്ലാതെ എതിർത്തിരുന്ന ഒരാൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം വന്നു, നക്ഷത്ര പ്രോഗ്രാം. കഴിഞ്ഞ വർഷം നവംബറിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നക്ഷത്ര എന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ഞാൻ എന്ത് ചെയ്തു, അച്ഛനെയും അമ്മയെയും കൊണ്ടേയിരുത്തി. ആ പ്രോഗ്രാം കഴിഞ്ഞു. ആ പ്രോഗ്രാമിന്റെ പ്രസാദ് സാറും ഒക്കെ പങ്കെടുത്ത പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞു. പിറ്റത്തെ ആഴ്ച എന്റെ അമ്മ ഒരു ഐഡിയ അടിച്ചു. ഞങ്ങൾക്കൊരു ഫ്ലൈറ്റ് ട്രിപ്പ് കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ കോൺടെസ്റ്റ് അമ്മ വിൻ ചെയ്തു. അമ്മയും അമ്മയുടെ അനിയത്തിയും ഈ ബിസിനസ്സിലേക്ക് വന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങള് 4 തന്നെ മീറ്റിംഗിൽ ആളായി. ഞാനുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അമ്മേന്റെ അനിയത്തിയുണ്ട്. അപ്പൊ മീറ്റിംഗിൽ എന്താ പറയാ ഫാമിലി ആയിട്ട് ഫുൾ ടൈം ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ ഫാമിലിക്ക് ഇപ്പൊ കൃത്യമായിട്ട് അറിയാം. അത് നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോ ഇടുന്നു. പിന്നെ അമ്മയുടെ ഗ്രൂപ്പില്, അമ്മേന്റെ അനിയത്തിന്റെ ഗ്രൂപ്പില്, ഭാര്യയുടെ ഗ്രൂപ്പില്. ഇപ്പൊ എല്ലാം ഒരു നല്ലൊരു എന്താ പറയാ, ഞാൻ സത്യം പറയാൻ ഫാമിലി എന്റെ ഒരു സന്തോഷം ആസ്വദിക്കുന്ന ഒരു സമയമാണെന്ന് കൂടി പറയാം.
അത്രയും ഒരു എന്താ പറയാ ഫാമിലിയെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ് എല്ലാം സപ്പോർട്ടിങ് ആയിട്ട് കുറെ എന്താ പറയാ ഭാര്യയും അമ്മയും അമ്മയുടെ അനിയത്തിയും ഒക്കെ വന്നപ്പോ എനിക്കിപ്പോ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു ട്രിപ്പ് ഒരു കോൺടെസ്റ്റ് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ 4 പേരും അതിലുണ്ടാവും. അപ്പൊ ഫാമിലി ട്രിപ്പ് വേറെ വേണ്ടിയില്ലല്ലോ. നമ്മള് ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നേ ഞങ്ങൾക്ക് ഒരു ഷിപ്പ് കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും അച്ചീവറാണ്. 4 പേരും ഷിപ്പിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് ഫാമിലി ട്രിപ്പൊക്കെ അടിച്ചു വന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോ ഫ്ലൈറ്റ് ട്രിപ്പ് വന്നു. അതിലും ഞങ്ങൾ 4 പേരും അച്ചീവാണ്. അപ്പൊ ഞങ്ങൾ 4 പേരും വേണമെങ്കിൽ പോവാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് ട്രിപ്പ് പോകുന്നുള്ളൂ. അപ്പൊ ഇതേപോലെ ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ട് എന്താ പറയാ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം മറ്റു ഷോപ്പിൽ അതിന്റെ ബിസിനസ് സീസൺ ടൈമിലൊക്കെ എന്റെ ഭാര്യ എപ്പോഴും എന്റെ ഭാര്യയുടെ അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, മോളെ കല്യാണം കഴിക്കുമ്പോ കച്ചവടക്കാരനെ കെട്ടരുത്. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല, കച്ചവടക്കാരത്തിൽ നമ്മൾ അത്യാവശ്യം നല്ല ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷെ ഞാന് സെൽഫ് ബിസിനസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ സെൽഫ് എംപ്ലോയി ആയതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഷോപ്പിൽ തന്നെ ആയിരിക്കുമല്ലോ. മൂപ്പരിക്കനെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ പിന്നെ ഓണവും വിഷുവും അല്ലെങ്കിൽ ഒക്കെ വൈഫ് ഹൗസ് പോകേണ്ട ഒരു സമയത്ത് ഞാൻ രാത്രി കടയും കൂട്ടി വന്നു ഒരു 9 മണിക്കാണ് വീട്ടിലേക്ക് പോവുക, വൈഫ് ഹൗസിലേക്ക്. ഇവിടുന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ട്. കൊയിലാണ്ടി എന്ന സ്ഥലത്താണ് എന്റെ വൈഫ് ഹൗസ് വരുന്നത്. ആ 1 മണിക്കൂർ യാത്ര കഴിയുമ്പോൾ 10 മണിയാകുമ്പോൾ അവിടെ എത്തി. അപ്പൊ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് വേണം അവർക്ക് ഉറങ്ങാം, വൈഫ് ഹൗസിലുള്ള ആൾക്കാർക്ക്. അപ്പൊ അവരൊക്കെ ആ രീതിയിലേക്ക് മാറാണ്. പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന ബിസിനസ് എന്നെ എന്താ പറയാ എത്തിയപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഈ വർഷത്തെ ഓണവും വിഷു ഒക്കെ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഓണവും വിഷു ഒക്കെ എന്ന് പറഞ്ഞാല് പകൽ വെളിച്ചത്തിൽ ആ വീട്ടുകാരെന്നെ കാണാൻ സാധിച്ചു. എന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വളരെയധികം സന്തോഷമായി. കാരണം നമ്മള് അവിടെ എത്തിപ്പെടുന്നില്ലല്ലോ പൊതുവെ. അപ്പൊ ആ നാട്ടുകാർക്ക് എന്നെ കാണാൻ പറ്റി കൃത്യമായിട്ട്. അതില്ലെങ്കിൽ ആ നാട്ടുകാരൊന്നും എന്നെ മര്യാദ കണ്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാ, ഞാൻ രാത്രി 10 മണിയാകുമ്പോൾ അവിടെ എത്തും, രാവിലെ ഷോപ്പ് തുറക്കാൻ വേണ്ടി പുറത്തേക്ക് പോരും. അപ്പൊ അങ്ങനെയുള്ള ഒരാളായത് കൊണ്ട് തന്നെ അവർക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാണാൻ പറ്റാറില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് എനിക്ക് നല്ലൊരു സന്തോഷകരമായ ലൈഫ് തന്നു. ഹാപ്പി എന്താണെന്ന് മനസ്സിലാക്കി തന്നു. അതിന്റെ ടൈം ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അപ്പൊ നിങ്ങൾ ഞാൻ വലിയ റാങ്കിലൊക്കെയാണ്, അല്ല ഞാൻ സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇത്രയും 25 വർഷം നടത്തിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ആ ലൈഫും ഇപ്പോൾ ഉള്ള ഈ 2 വർഷത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 വർഷത്തെ ലൈഫാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ വന്നു. ഞാൻ ആദ്യം പറഞ്ഞു ഒരു 5000 രൂപ പർച്ചേസ് നടത്തി. രണ്ടാമത് പിന്നെ 60,000 ചെയ്തു. പിന്നെ 2,70,000 ചെയ്തു. പിന്നെ ഒരു 1,35 ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു 1,20,000 പർച്ചേസ് ചെയ്തു. ഈ പർച്ചേസ് ഒക്കെ വലിയ പർച്ചേസ് ആണെന്ന് പലർക്കും തോന്നാം. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ ഓൾറെഡി ഒരു ബിസിനസ്സുകാരനായത് കൊണ്ട് തന്നെ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യും പർച്ചേസ് നല്ല രീതിയിൽ ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെടുത്ത് എത്രത്തോളം കൂടുതൽ സ്റ്റോക്ക് ഉണ്ടോ അത്രത്തോളം നമ്മളെ കയ്യിൽ നിന്ന് ബിസിനസ് നടക്കും. നമ്മൾ ചെറിയൊരു പൈസ എടുത്ത് സാധനം വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ ചെറിയ ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഡെയിലി അത്രയും സെയിൽ നടക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാം. പക്ഷെ ഞാൻ ബിസിനസ്സിൽ എന്റെ ചിന്താഗതി തുടക്കം വരെ വലുതായത് കൊണ്ട് തന്നെ, ചെറുപ്പത്തിലെ ബിസിനസ് ചിന്താഗതി ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിൽ 15-ാം വയസ്സ് മുതലേ ഞാൻ മാക്സി ഇൻസ്റ്റാൾമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ലൊരു ബിസിനസ് ചിന്താഗതി ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ എപ്പോഴും ബൾക്ക് പർച്ചേസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. കാരണം എനിക്ക് ആഴ്ചക്ക് ചെയ്താൽ മതി. പക്ഷെ പ്രോഡക്റ്റ് ഒരുപാട് കാണുമ്പോഴാണ് നമുക്ക് റീറ്റെയിൽ ചെയ്യാനും അതുപോലെ അതിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ഇപ്പൊ എന്റെ അടുത്ത് ഏകദേശം 10-40,000 സ്റ്റോക്കേ ഉള്ളൂ. ഞാൻ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വെള്ളിയാഴ്ച ഇന്ന് കഴിഞ്ഞ നാളെ നമ്മൾ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ മന്ത് സ്റ്റാർട്ട് ചെയ്ത് ഈ മന്തിൽ ഒരു 1 ലക്ഷം കൂടി പർച്ചേസ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. ഈ സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിലും എനിക്ക് നല്ല കസ്റ്റമർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത്രയും ബൾക്ക് പർച്ചേസ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമർ ആണ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മൾ തുടക്കകാലത്ത് മാത്രം റീറ്റെയിൽ ചെയ്ത് കസ്റ്റമറെ മിസ് ചെയ്യരുത്. അത് റീറ്റെയിൽ ചെയ്ത് കസ്റ്റമറെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് അതിലൂടെ ധാരാളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കിട്ടും. കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കുമ്പോഴാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ ഞാൻ അതിനായിട്ട് ഫുൾ ടൈം മെനക്കെട്ട് പോകുന്നതല്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ റീറ്റെയില് അത് സ്ഥിരം കസ്റ്റമേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഞാൻ അവരുടെ വീടുകളിൽ ഒരു വിസിറ്റ് ഇടയ്ക്ക് ആ ഒരു സൺഡേയോ അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ ഒരു വിസിറ്റ് നടത്തി അവർക്കൊക്കെ നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു റീറ്റെയിലൂടെ എനിക്ക് ദിവസം എന്ന് പറയുന്നത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ആഴ്ചയിൽ ഒരു 10-20,000 രൂപയുടെ റീറ്റെയിൽ എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഒരു ബെനിഫിറ്റ് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആ സമയത്തും എല്ലാ റാങ്കിലും ഞാൻ ചേർന്ന പാടാണ് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കില് എന്തുണ്ടായിരുന്നു, പെർഫോമൻസ് ബോണസ് ഉണ്ടായിരുന്നു. പിന്നീട് TC തൊട്ടടുത്ത് ആ ശേഷം ഞാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ TC മുതലായി പിന്നെ പെർഫോമൻസ് ബോണസ് വന്നത്. എന്നെ സംബന്ധിച്ചോളം ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലും
TC റാങ്കിലും ATC റാങ്കിലും DTC റാങ്കിലും ഇപ്പം ഈ സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിലും ഞാൻ പെർഫോമൻസ് അടിക്കാൻ പോവാണ്. DTC റാങ്കിൽ 2 പ്രാവശ്യം അടിച്ചു. അങ്ങനെ 5ഓളം പെർഫോമൻസ് ബോണസ് അടിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫോമൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഈ ബിസിനസ്സിൽ വന്നിട്ട് നമ്മൾ എങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നു എന്നതിനാണ് നമ്മൾ പെർഫോമൻസ് ബോണസ്. സാറ് നമ്മളെ നിങ്ങളൊക്കെ ഗൈഡ് ലീഡർ ആയിട്ടുള്ള നമ്മളെ സാറിന്റെ പേര് പെട്ടെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം കഴിഞ്ഞ നെക്സസ് പ്രോഗ്രാമിൽ 8ഓളം പെർഫോമൻസ് ബോണസ് അടിച്ചുകൊണ്ട് സാർ അവിടെ സ്റ്റേജിലുണ്ടായിരുന്നു. ഉമ്മർ സാർ സോറി, ഉമ്മർ സാർ എപ്പോഴും മനസ്സിലുള്ള സാറാണ്, പക്ഷേ പെട്ടെന്ന് പേരിട്ടത്. ഉമ്മർ സാർ അവിടെ നെക്സസ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. നെക്സസ് പ്രോഗ്രാമിൽ കേരളത്തിലെ ടോപ്പ് അച്ചീവേഴ്സ് ലിസ്റ്റിൽ ഒരാളാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഓണറിനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, മാക്സിമം അച്ചീവ്മെന്റ് അല്ലെങ്കിൽ മാക്സിമം പെർഫോമൻസ് ചെയ്യുന്ന ആളായി മാറണം. കാരണം നമ്മള് എല്ലാവരും എന്ത് ചോദിച്ചാൽ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടാവാം. പക്ഷെ അത് മാറ്റി നമ്മളെല്ലാവരും ഒരു ബെസ്റ്റ് പെർഫോമറായി മാറിക്കൊണ്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് നെക്സസ് പ്രോഗ്രാമിൽ ഒരു അച്ചീവറായി മാറാൻ എന്റെ ടീമിൽ നിന്നും 5ഓളം ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ 6 ആൾക്കാരുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അവിടെ സാധിച്ചു. അപ്പൊ ഇതേപോലെ എല്ലാ മാസവും എല്ലാ റാങ്കിലും പെർഫോമൻസ് പിടിച്ചുകൊണ്ടും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് തന്നെയാലും എല്ലാവരും തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് വലിയൊരു ബിസിനസ് ആണ്. ഇപ്പോഴും കുറെ അപ്ഡേഷൻ കാര്യങ്ങൾ നെക്സസ് പ്രോഗ്രാമിൽ തന്നെ ഒരുപാട് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ നമ്മുടെ ടീമിൽ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഉണ്ടെങ്കിൽ ഞാനും എന്റെ ടീമും അവിടെ ഉണ്ടാവും. ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിരന്തരമായ പ്രോഗ്രാമാണ്. എന്റെ തുടക്കകാലത്തൊക്കെ എന്ന് പറഞ്ഞാല് ഞാൻ ഈ പ്രോഗ്രാം കാര്യമോ കരച്ചിൽ വരും. കാരണം തുടക്കകാലത്ത് ആരെങ്കിലും വരുമോ കൂടെ, നമ്മൾ ബിസിനസ് പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ. നമ്മൾ പറഞ്ഞവരൊക്കെ വരാന്ന് വരും. നമ്മൾ പ്രോഗ്രാം സെന്റർ കാത്തിലേക്കും അവര് വരൂല. അപ്പൊ നമുക്ക് ഒരു 5-6 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് വരാതിരുന്നാല് നമുക്ക് ഭയങ്കര സങ്കടമാവും. നമുക്ക് ഈ പരിപാടി ശരിയാവില്ല, നമ്മള് വിട്ടേല എന്നൊക്കെ തോന്നും. ആ അവസരത്തിലൊക്കെ എന്നെ പവർഫുൾ ലീഡർ ആയിട്ടുള്ള റിലാൽ സാർ, നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്, അപ്കമിങ് CTC ലീഡറായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് വരും, സാറ് കൃത്യമായിട്ട് വാ, ബാക്കി പിന്നാലെ വരും. അപ്പൊ അതിന്റെ ആ ഒരു അഡ്വൈസ്, കാരണം ഞാൻ എന്ത് ചെയ്തു, തുടക്കം മുതൽ ഞാൻ എല്ലാ പ്രോഗ്രാം GTS പ്രോഗ്രാമുകൾ എനിക്ക് ഒന്ന് ആഴ്ചയിൽ ഒന്നുമല്ല ചിലപ്പോൾ 2ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ കോഴിക്കോട് നളന്തയിലൊക്കെ അന്ന് ഒറ്റക്ക് വരും. നളന്തയിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യൂ, കാരണം എന്റെ അപ്ഡേൻ ലീഡേഴ്സ് ഒന്നും പറയേണ്ടതില്ല. നളന്തയിൽ പോസ്റ്റർ കണ്ടാൽ ഞാൻ അവിടെ എത്തിക്കുണ്ടാവും. അപ്പൊ ഞാൻ ആടുന്ന ഫോട്ടോ ഇടുമ്പോൾ ലീഡർ ചോദിക്കും, സാറ് പോയോ, സാറൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നമ്മളെ ബിസിനസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മളെ ഉള്ളിൽ ഈ ബിസിനസിന്റെ പവർ കയറി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ പവർ നമുക്ക് പുതിയ ആൾക്കാരോട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി കിട്ടും. പലരും വിചാരിക്കുക GTS പ്രോഗ്രാം എല്ലാം ഇപ്പൊ കേൾക്കുന്നതല്ലേ, കേട്ട കാര്യം തന്നെ എന്തിനാ കേൾക്കാൻ പോകുന്നത്. നമ്മൾ കേട്ട കാര്യം തന്നെ കേട്ടാൽ മാത്രമേ നമ്മളെ ബ്രെയിനിലും അതുപോലെ മനസ്സിലും ആ ബിസിനസ് തറച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ ആ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ടൈം ഇൻവോൾവ് ചെയ്യും. ഇവിടെ ഏറ്റവും ഇഷ്ടം തന്നെ ടൈം ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം പണിയെടുക്കേണ്ടതല്ല. ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ, ഞാൻ ആദ്യം ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ 10-15 മണിക്കൂർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 1 മണിക്കൂറെങ്കിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ ബിസിനസ് എത്രയും പെട്ടെന്ന് കരപ്പിടിപ്പിക്കണമെന്നും പച്ച പിടിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇന്നിപ്പോ രാവിലെ അയ്യൂബ് സാറ് ഇന്നലെ എന്നെ ഈ സമയത്ത് വിളിച്ചപ്പോ 6 മണി അപ്പൊ ഞാൻ ഓക്കെ പറയാൻ മടിച്ചത് പറഞ്ഞാല് ഒരു 6:30-7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങണം എന്നുള്ളത് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആദ്യം നമീർ സാറാണ് എന്നോട് സംസാരിക്കുമ്പോ അപ്പൊ ഞാനോട് പറഞ്ഞു, സാറേ അയ്യൂബ് സാർ വിളിച്ച് സാറ് ഈ വർക്ക് ചെയ്തിട്ട് പോയിപ്പോ അതാ നല്ലത് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മള് എന്താ പറയാ ടൈം കൂട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ടൈം തുടക്കകാലത്ത് നമ്മളൊരു അയ്യൂബ് സാർ റാങ്കിലൊക്കെ എത്തുന്നവരെ നമ്മൾ ടൈം കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ അയ്യൂബ് സാറൊക്കെ എത്തി റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ച് വിശ്രമിക്കാനും ആസ്വദിക്കാനും നല്ല എന്താ പറയാ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം. അങ്ങനെയല്ലേ സാർ, അയ്യൂബ് സാർ അല്ലേ ആ റാങ്കിലൊക്കെ എത്തുമ്പോൾ കുറച്ച് ടൈം ഫ്രീഡം കിട്ടൂലേ. അതിന് നമ്മൾ അതെ, അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തുടക്കകാലത്ത് നല്ലോണം ടൈം ഉപയോഗിക്കുക. വരുമാനം കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മൾ റീറ്റെയിലൂടെയൊക്കെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. എല്ലാവരും എക്കൗണ്ടിൽ വരുന്ന വരുമാനം മാത്രം കാത്തിരിക്കരുത്. പവർഫുൾ ആയിട്ട് റീറ്റെയിൽ ചെയ്ത് നമുക്ക് ഒരു ദിവസത്തെ വരുമാനം ഉണ്ടാക്കി തീരുമാനിക്കണം. അതിന് ഒരു രാവിലെ വൈകുന്നേരം വരെ സമയം ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മണിക്കൂർ ആത്മാർത്ഥമായിട്ട് റീറ്റെയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ നടക്കും. അതിനുശേഷം നമുക്ക് ടീമുകളെ കാണാനും ടീമിനെ ഉണ്ടാക്കാനും ടീം മീറ്റിങ്ങിലൊക്കെ പോകാനും ഒക്കെ സമയം ഉണ്ടാകും. ഇന്നലെ ഞങ്ങൾക്ക് ബുധനാഴ്ച വളരെ GTS ഉണ്ട്. ആ സമയത്ത് ഞാൻ എന്റെ 3 മണിക്കാണ് GTS.
ഞാൻ എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് രാവിലെ മോർണിംഗ് വിളിച്ചു പറഞ്ഞു എല്ലാവരും ഉച്ചയാകുമ്പോഴേക്കും റീറ്റെയിൽ ചെയ്തിട്ടേ അവിടെ വരാവൂ. അതിന്റെ മറ്റുള്ളവരും ഉച്ചയാകുമ്പോഴേക്കും റീറ്റെയിൽ ചെയ്തിട്ട് പുതിയ കസ്റ്റമറെ കൂട്ടി അവിടെ വരണം എന്ന് പറഞ്ഞു. അതിൽ ഇന്നലെ ഒരു ലീഡർ എന്നോട് പറഞ്ഞു, സാറേ സമയമില്ല, 3 മണി നമുക്ക് എത്തണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാറേ സമയം നമ്മൾ ഉണ്ടാക്കലാണ്, സമയം ആർക്കും ഉണ്ടാവില്ല, നമ്മൾ സേവ് ചെയ്യലാണ് സമയം. കാരണം നമ്മൾ വർക്കുകൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം നമ്മൾ ആരും പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ടും ടൈം ചാർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് സമയക്കുറവുണ്ടാകുന്നത്. ആ സമയക്കുറവ് പകരം നമ്മൾ ടൈം ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സമയം ഉണ്ടാവും. എന്തായാലും ഒരുപാട് ലേറ്റ് ആയോ സാറേ? ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു സാർ. ഞാൻ ഈ ബിസിനസ്സിൽ വന്നപ്പോ എന്റെ കുറച്ച് അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തുന്ന സമയം ആകുമ്പോഴേക്കും ഞാൻ പറഞ്ഞ എല്ലാ മാസവും എല്ലാ വർഷവും എല്ലാ റാങ്കിലും PB പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും പെർഫോമൻസ് ബോണസ് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് ഇതിൽ ഞാനൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു, ഗോവ ട്രിപ്പ്. ഞാൻ എന്റെ ടെക്സ്റ്റൈൽസ് ഇതിൽ 25 വർഷത്തോളം ഷോപ്പിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു മനസ്സറിഞ്ഞ ഒരു ട്രിപ്പിന് പോകാൻ സാധിച്ചിട്ടില്ല. കാരണം എവിടെ പോയി കഴിഞ്ഞാലും ഷോപ്പിലേക്കുള്ള ചിന്തയും ഷോപ്പിൽ നിന്നുള്ള നിരന്തരം ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ഒരു ഗോവ ട്രിപ്പിൽ 2 ദിവസം ഗോവയിൽ പോയിട്ട് താജ് ഇന്റർനാഷണൽ ഹോട്ടലിൽ താമസിക്കാനും, ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ ഒരു ദിവസത്തേക്ക് 50,000+ ടാക്സ് വരും. പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ അല്ലെങ്കിൽ നമ്മളൊരു ടീമിന്റെ കൂടെ പോയത് കൊണ്ട് നമുക്ക് ആ ഒരു ബാധ്യത വരാതെ തന്നെ ആ 2 ദിവസം താജ് ഇന്റർനാഷണൽ പോലത്തെ ഹോട്ടലിൽ താമസിക്കാനും അത് ആസ്വദിക്കാനൊക്കെ സാധിച്ചു. ഗോവയെ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് ഈ ബിസിനസ് വന്നുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ ബിസിനസ്സിലൂടെ ഒരു ടാബ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർ കഴിഞ്ഞ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയപ്പോൾ ഞാൻ ഒരു ടാബ് അച്ചീവ് ചെയ്തു. ബിസിനസ് പ്രസന്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞാൻ ബിസിനസ്സുകാരനായി ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തർ ഇതിനനുസരിച്ച് വ്യക്തിക്ക് അനുസരിച്ച് ചെയ്യാം. എങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിനായി കണക്കാക്കിക്കൊണ്ട് പെർഫെക്റ്റ് ബിസിനസ് ആക്കാൻ വേണ്ടി മാക്സിമം കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ഞാനിപ്പോ കഴിഞ്ഞ മാസം ഒരു 50,000 രൂപയുടെ ഒരു ഫോണ് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റു ഷോപ്പിൽ നിന്നാണെങ്കിൽ 50,000 മുടക്കാൻ എനിക്ക് തോന്നില്ല. ഇവിടുന്ന് ആയതുകൊണ്ട് തന്നെ എനിക്ക് നമുക്ക് ഇതിലും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. പവർഫുൾ ആയിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരു കടല പോലത്തെ ബിസിനസ് ആണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണേ എടുക്കാം, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വേണേ എടുക്കാം, അല്ലെങ്കിൽ ലീഡർ ഹൗസ് പറയുന്ന പോലെ ഒരു മോട്ടോർ വെച്ച് വെള്ളം അടിച്ചു കയറ്റാം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഇവിടുത്തെ ക്യാഷും. നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ കൂടുതൽ വലിയ രീതിയിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ ഒരു മോട്ടോർ അടിച്ചു കഴിഞ്ഞാൽ പൈപ്പിൽ വെള്ളം വരുന്നത് പോലെ ഉണ്ടാക്കാനും ആഗ്രഹിക്കാം. അത് നമുക്ക് നേടാനൊക്കെ സാധിക്കുന്ന വലിയൊരു ബിസിനസ് അവസരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പണം ഒരു വിഷയമായി തോന്നാറില്ല ഇപ്പോൾ. കാരണം നമുക്ക് ഇപ്പോ ഈ സാധനമൊക്കെ മേടിക്കുമ്പോൾ അതിനുള്ള കോൺഫിഡൻസും നമുക്ക് അതിന്റെ പവറായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അതിലും സാധിക്കുന്നുണ്ട്. എന്തായാലും അതുപോലെ തന്നെ എന്റെ വൈഫ് ബിസിനസ്സിൽ വന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, വൈഫ് ഐഡിയ അടിച്ചു വന്നു. മൂപ്പര് TTC റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. മൂപ്പർക്ക് അതുകൊണ്ട് തന്നെ മൂപ്പര് അനിയത്തിയുടെ ഒരു വീട്ടുകൂടൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഇതേട്ടാ ഞാൻ കൊടുത്തോളും അവിടുത്തെ കൊടുക്കാനുള്ള സാധനം, ഒരു വലിയൊരു കട്ടിലും ഒരു ബെഡും അടക്കം 40,000 രൂപയോളം വില വരുന്ന ഒരു കട്ടിലും കിടക്കുകയും മൂപ്പര് കൊടുത്തു. അത് വലിയൊരു ഹാപ്പി അല്ലേ? കാരണം നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നില്ലല്ലോ 40,000. ഒന്നാമത് അത്. രണ്ട്, മൂപ്പര് തന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കി മൂപ്പര് അത് ചെയ്തെന്ന് പറയുമ്പോ മൂപ്പർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ആലോചിച്ച് നോക്ക്. കാരണം നമ്മളെ നാട്ടില് നോർമലി നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, ഭാര്യ വലിയ ജോലിക്കൊന്നും പോകില്ല. ഞാനും തുടക്കകാലത്ത് ഭാര്യ ഡിഗ്രി കഴിഞ്ഞുള്ള ഒരാളായിരുന്നു, വിദ്യാഭ്യാസമൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പൊ മൂപ്പരനോട് കല്യാണം കഴിച്ചോട്ടെ, ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോട്ടെ, ഞാൻ അധ്വാനിച്ച് കൊണ്ടുവന്ന് തിന്നാ മതി, അതിനുള്ള ശേഷി എനിക്ക് ഇന്നുണ്ട് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് പിന്നീട് ഈ ബിസിനസ്സിൽ വന്നപ്പോഴാണ് മനസ്സിലായത്, കാരണം നമ്മൾ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നത് മാത്രമല്ല, വൈഫിനെ കൂടി ജീവിതത്തിൽ പഠിപ്പിക്കണം. കാരണം നമുക്കൊന്ന് കാല് വെച്ച് കുത്തിയാൽ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം അപ്പാട് എന്തായാലും സാമ്പത്തികമായി വലിയൊരു പരാധീനതയിലെത്തും. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ നമുക്ക് നോമിനേഷൻ ഫെസിലിറ്റിയിലും നെക്സസ് പ്രോഗ്രാമിൽ നമ്മളെ ഗീതാമേടൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ പിന്നെയും ഹാപ്പിയായി. കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ പോലും നമ്മുടെ ഫാമിലിക്ക് വരുമാനം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതും ഹാപ്പിയായി. അങ്ങനെ ഈ വൈഫ് ഈ സ്വന്തമായിട്ട് കട്ടിലും കിടക്കൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ എന്താണ്, ഫാമിലി ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. വെറും 2 വർഷം കൊണ്ടാണ് ഞാൻ ആദ്യത്തെ 6 മാസം പഠിക്കാൻ എടുത്തു. പിന്നെ പൂർണ്ണമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. 7 മാസം ആകുമ്പോൾ പൂർണ്ണമായിട്ട് ഇറങ്ങി. ഇന്ന് 2 വർഷം ആകുമ്പോഴേക്കും ഞാൻ സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിലെത്തി. അടുത്തത് ഈ ഡിസംബർ മാസം വരുമ്പോഴേക്കും എനിക്ക് റീജിയണൽ ടീം കോർഡിനേറ്റർ കഴിഞ്ഞ് NPCയിലേക്ക് ടച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാർ അച്ചീവറായി മാറി. ഈ ഡിസംബർ ആകുമ്പോഴേക്കും ഒരു കാർ അച്ചീവർ എടുത്ത് ഒരു പ്രീമിയം കാർ അച്ചീവറായി മാറും. അതുപോലെ തന്നെ അതിനിടയ്ക്ക് 1-2 ചെറിയ ഗോളുകളുണ്ട്. ഇങ്ങനെയുള്ള ഗോളുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട്
കാര്യം നമുക്ക് ജീവിതത്തിൽ മറ്റേത് മേഖല പ്രവർത്തിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ല. അതാത് ദിവസത്തെ വരുമാനവും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മാത്രമേ ജീവിച്ചു പോകുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ അത് അച്ചീവ് ചെയ്യാൻ ഒരു ലക്ഷ്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഡേറ്റിനേക്കാൾ ഒരു ദിവസം മുന്നേ എങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും ഞാൻ എപ്പോഴും. അങ്ങനെ ടാർഗറ്റ് വെച്ച് ഓടുന്നത് കൊണ്ട് ഇന്ന് ഫുൾ ടൈം ബിസിയാണ്. കാരണം നമുക്ക് ടൈം ഫ്രീഡത്തിന് കൂടി ഇതിൽ ബിസിനസ് സത്യത്തില് ബിസിനസ് നമ്മൾ ഫുൾ ടൈം ഫ്രീ അല്ലേ? നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? ഒരു അധ്വാനമുള്ള പണിയുണ്ടോ? നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളെല്ലാം വിസിറ്റ് ചെയ്യലെന്നല്ലേ മെയിൻ ആയിട്ട് പണി. ഇവിടെ ഒരു ജോലി എന്ന് പറയാൻ മാത്രമല്ല, നമ്മളത് ആസ്വദിച്ചെടുക്കുകയാണെങ്കിൽ, നമ്മൾ അതിനെ ആസ്വദിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ ഇവിടെ ഒരു ജോലിയും ചെയ്യേണ്ടതില്ല. നമ്മൾ എന്താണ് കുടുംബക്കാർ വിസിറ്റ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യം പോസിറ്റീവായ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴി സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ ലൈഫിൽ അത് എല്ലാവരും കൃത്യമായിട്ട് ചെയ്യാം. എന്ത് തന്നെയാലും ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നല്ലൊരു സുദിനമാണ് ഇന്ന്. ആ സുദിനം നഷ്ടപ്പെടുത്തേണ്ട എല്ലാവർക്കും വെള്ളിയാഴ്ച കൊണ്ട് തന്നെ നമ്മൾ വീക്ക് ക്ലോസിംഗ് ആണ്. അപ്പം മന്ത്ലി ക്ലോസിംഗ് കൂടിയാണല്ലേ സാറേ വെള്ളിയാഴ്ച? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും മന്ത്ലി പർച്ചേസിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ കോൺടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ന് വെള്ളിയാഴ്ചയാണ്. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. എന്തായാലും ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്. ഞാൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ള അയൂബ് സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. കാര്യം ഒരു സോണൽ ടീം കൂടെ ട്രയാങ്കിൾ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് ഇതുപോലെ ഓഫർ കിട്ടി കഴിഞ്ഞാൽ ഒരു ഭയമായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് 4 ആളെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി. അത് എന്നെ സംബന്ധിച്ചോളം ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം 10 ആൾ ഇരിക്കുന്നിടക്ക് നമ്മൾ എന്താ പറയാ, ഒരു കല്യാണം പോരെന്നൊക്കെ എന്തും സംസാരിക്കും, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് ആയിക്കോട്ടെ എല്ലാം സംസാരിക്കും. പക്ഷെ സ്റ്റേജിൽ നിന്ന് ഒരു 100 ആളെയും 500 ആളെയൊക്കെ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാല് ആ ഒരു ഭാഗ്യം തന്നെ, അത് ആ ഒരു കപ്പാസിറ്റി എനിക്ക് കിട്ടിയത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു ക്വാളിറ്റി എനിക്ക് എന്റെ കിട്ടി. നമ്മളൊക്കെ ഉള്ളിൽ ഇത്തരം ക്വാളിറ്റികളുണ്ട്. അതൊക്കെ നമ്മളെല്ലാ കഴിവുകളും പുറത്തെടുക്കാനുള്ള ഒരു ബിസിനസ് അവസരമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മടിച്ചിരിക്കാതെ, കാരണം നമ്മുടെ ലൈഫിൽ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്ന സാധനങ്ങൾ സാധിക്കും എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാ അവസരങ്ങളും, കാരണം നമുക്ക് മുന്നേ സഞ്ചരിച്ചവരൊക്കെ ഇത് നേടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല? നമ്മൾ കഴിവിനെ ഉള്ളിൽ ഉണർത്താതിരിക്കുന്നത് കൊണ്ടാണ്. ആ കഴിവിനെ ഉണർത്തിക്കൊണ്ട് നമ്മൾ നിരന്തരം പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഉണർന്നു വരും. അതിനുള്ള ശ്രമങ്ങൾ എല്ലാവരും ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്. ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്.